കോട്ട് എക്സ്പ്രസ് വഴി എന്തിന്റെ ഇടയിലാണ് വരുന്നത്? കോട്ട് എക്സ്പ്രസ് വഴി നിന്റെ കാലിനിടയിൽ. കോട്ട് എക്സ്പ്രസ് വഴി എന്തിന്റെ ഇടയിലാണ് വരുന്നത്? കോട്ട് വൈഡാ അല്ല പറഞ്ഞത്, കോട്ട് എക്സ്പ്രസ് വൈയുടെ കാര്യം പറഞ്ഞു. പാർവതി മണി 50-ൽ 15, സഫിൻ വി ഫിലിപ്പ് 50-ൽ 12, സഞ്ജു മുത്ത് എന്താ സുന്ദരൻ പോക്കറ്റ് കൈയൊക്കെ അതുകൊണ്ട് അച്ഛൻ തിരിച്ചു പോകുമ്പോൾ നീയും കയറിപ്പോയിക്കണം. 50-ൽ 8 മാർക്ക്. ക്ലാസ്സിലൊക്കെ കാണാല്ലേ, ഒന്ന് ശ്രദ്ധിച്ചു മോനെ അതിന് തൊള്ള പറഞ്ഞ ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂടില്ല. അയ്യോ, അല്ലാത്തപ്പോ ഇയാൾക്ക് വലിയ മൂടാണല്ലോ. അതല്ലടേ, ഈ സ്കൂള് പരിപാടി ശരിയല്ല. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ പോലെ വീട്ടിൽ നീച്ചടി. അല്ലടാ, നിന്റെ അപ്പനെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങിയിരുന്ന് പൈൻ്റ് അടിക്കാം. ക്ലാസ്സില് ഏറ്റവും കൂടുതൽ മോശം അനുഭവം ഉണ്ടായ മോശം അനുഭവം ഉണ്ടായത് ഇത് തുണ്ടു നോക്കിയിട്ട് എന്താ പറഞ്ഞു? ഈ ക്ലാസ്സിൽ ആരെങ്കിലും നന്നായിട്ട് പാടുന്നവരുണ്ടോ? സർ, സൂരജ് നന്നായിട്ട് പാടും സർ. ഓ, ആരെ? സൂരജ് സാർ, ഞാൻ തന്നെയാ സൂരജ്. ആണോ? വേറെ അറിയില്ല. നന്നായിട്ട് പാടൂ. ആ, പാടാം സർ. പിന്നെ ഞങ്ങളൊന്ന് കേക്കട്ടെ. മതി 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 മതി. അല്ല സർ, എന്നെ അത്ര നന്നായിട്ട് പാടണമെന്നില്ല സൂരജ്. ഇരുന്നോളൂ. അല്ല സർ, മര്യാദ ഇരിക്കണോ? ഡേഞ്ചർ ബോയ്സ്. മഴയില്ലാത്ത സമയത്ത് അവർക്ക് കൊലവന്ന് വന്ന അതുകൊണ്ട് ചവിട്ടി പൊതിച്ചു. നമ്മളും അതുപോലെ തന്നെ വലിയ തീറ്ററല്ലേ വേണ്ട വേണ്ടാന്ന് വിരാതിക്കുമ്പോ അതങ്ങനെ പറയാൻ പറ്റൂല. ഡേഞ്ചർ ബോയ്സ് തീരുമാനിക്കും, അത് നടപ്പാക്കും. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ, പാസ്. ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. 4 പട്ടികയില്ലേ? 4യോ? ആ, ഒരു 4 4 ഒരു 4 4 ആ 24 24 4 4 4 പട്ടികയല്ലേ? 8ന്റെ 8ന്റെ പണിയായത്. ഒരെട്ടെട്ട് ആ 16. എന്റെ എടാ, ഈരട്ട് 16 16 മൂക്കെട്ട് മൂവെട്ട്. ആ നോക്കട്ടെ, ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ, എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറങ്ങ് പറ. ഹലോ, ആ വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് ആര്? ടീച്ചറിന്റെ പിതാവ്, ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ? ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. സിലബസ് മാറിയില്ലടാ. ഉടനെ പിതാവും മാറും. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. മോന്റെ പേരെന്താ? ആരെ വിളിച്ചത്? കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. ഇത് കോഴിക്കോട് മേപ്പേരി പഞ്ചായത്ത്. ആ, എത്രാം ക്ലാസ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. എന്താ വിളിച്ച മോനെ? അവധി കാലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്.
കുറച്ച് സമയം എടുക്കുന്നുള്ളു. അമ്മയ്ക്ക് ഇഷ്ടമാണ്, മോന് ഇഷ്ടമല്ലേ എല്ലായിരിക്കും അല്ലേ? കളിക്കാൻ പോകുന്ന അല്ല, അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഈ സമയം കളിക്കേണ്ട സമയമാണ്. മോന് കൊടുക്ക്. സ്കൂൾ എന്റെ പേര് പറയരുതേ. ആ സ്കൂളിൽ ഓക്കെ നിന്റെ പേര് പറയുന്ന പ്രശ്നമേ ഇല്ല ഓക്കെ. കേട്ടോ. പക്ഷേ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ. കളിയാണോ? ആ ശരി. കുട്ടികൾ കളിക്ക്, ഈ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ കളിക്കുകയാണ് വേണ്ടത്. സ്കൂളുകളിൽ ഈ സമയത്ത് ക്ലാസ് പാടില്ല എന്ന് പറഞ്ഞാൽ എച്ചന്മാർക്ക് ചിലവർക്കത് മനസ്സിലാവുന്നില്ല എന്താണ്. ഇന്ന് മാത്സ് ക്ലാസ് ഉണ്ടാവില്ല, സാറിന്റെ കല്യാണമാണ്. ആദ്യം ഞാൻ ക്ലാസ് തീർക്കട്ടെ, പിന്നെ മതി കല്യാണം. എന്തിനാ ഉണ്ണിക്കുട്ട നിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെ? ശരിയുത്തരം പറഞ്ഞേനെ എന്നെ ഇറക്കി വിട്ടത്. ശരിയുത്തരം പറഞ്ഞേനോ? അനിലിനോട് ചോദിച്ചു കാലക്ക് എത്ര കൊമ്പുണ്ടെന്ന്. അനില് 2 എന്ന് പറഞ്ഞു. മീനോട് ചോദിച്ചു ഒരു കയ്യിൽ എത്ര വിരലുണ്ടെന്ന്. മീന 5 എന്ന് പറഞ്ഞു. അവര് പറഞ്ഞത് ശരിയാ. നിന്നോട് എന്താ ടീച്ചർ ചോദിച്ചേ? എന്നോട് ചോദിച്ചു ക്ലാസ്സിൽ വെച്ച് ചോക്ലേറ്റ് തിന്നരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. 10 പ്രാവശ്യം എന്ന് ഞാൻ പറഞ്ഞു. ഈ പീരീഡും ഞാൻ തന്നെ ഇംഗ്ലീഷ് ടീച്ചർ ആബ്സെന്റ്. അത് ശരിയാവൂല. അതെന്തറോ? അത് പിന്നെ ടൈം ടേബിളിൽ ഇംഗ്ലീഷാണ് എടുത്തു വെച്ചത്. ഈ ക്ലാസ്സിൽ മണ്ടന്മാരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. എന്താടാ നീ എണീറ്റേ? നീ മണ്ടനാണോ? അയ്യോ അല്ല ടീച്ചറെ, ടീച്ചർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. അറ്റൻഡൻസ് പ്ലീസ്. ഗോവിന്ദ് പ്രസന്റ്. ലോലു പ്രസിഡന്റ്. പെരേറ പ്രഗ്നന്റ്. ബിന്ദു, കടലിന്റെ നടുവിൽ ഒരു മാവ് നട്ടാൽ അതിൽ നിന്നും നമുക്ക് എങ്ങനെ മാങ്ങ പറിക്കാം? അത് വളരെ സിമ്പിൾ അല്ലേ ടീച്ചറെ? ഒരു കിളിയെ പോലെ പാറി പറന്ന് പറിക്കാം. കിളിയായി നിന്റെ അച്ഛൻ പറക്കുമോടാ? കടലിന്റെ നടുവിൽ നിങ്ങളുടെ അപ്പൻ പോയി മാവ് നടുമോ തള്ളേ? പേരെന്തടാ? KP അഷ്ടാമൃത രാമാനുജൻ. നിന്റെ പേരാണ് ചോദിച്ചാ, അല്ല നീ രാവിലെ കുടിച്ച കഷായത്തിന്റെ പേരല്ല. ഏത് ബാച്ച്? സയൻസ്. ഓ സയൻസ് ആണല്ലേ? എങ്കിൽ മക്കളെ സയൻസിൽ പഠിച്ച 2 വരി പദ്യം അങ്ങോട്ട് ചൊല്ലിക്കാൻ സീനിയർ അണ്ണന്മാർ കേക്കട്ടെ. സയൻസിലെ പദ്യോ പാടാൻ പറഞ്ഞാ പാടണം. നെഞ്ചിനുള്ളിൽ ഹൈഡ്രജൻ, കന്നി മുന്നിൽ ഓക്സിജൻ, കണ്ണടച്ചാൽ നീയാണ് നൈട്രജൻ. എങ്ങനെയുണ്ട് ചേട്ടന്മാരെ? കൊള്ളാം. ചേട്ടന്മാരെ ഞാൻ പാട്ട് ഡാൻസ് കളിക്കും, പടം വരയ്ക്കും. ഓ പടം വരയ്ക്കുമല്ലേ? എങ്കിൽ മക്കളെ അന്തരീക്ഷത്തിൽ ഒരു ആനയുടെ പടം വരച്ചാ എങ്ങനെ? വരയ്ക്കാൻ പറഞ്ഞാ വരയ്ക്കണം. കൊറേ നേരമായില്ല, ഇത് ഏതാന വരയ്ക്കണം? തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനായിരിക്കും. അല്ല, കാട്ടിലെ കണ്ണൻ. അയ്യോ തെറ്റിപ്പോയി. ഇറേസർ ഉണ്ടോ? വേണ്ട, ഞാൻ തുപ്പത് കെട്ടി മാറ്റോളാം. കണ്ടറിയോ ഉത്തരം അറിയത്തില്ലെന്ന്. എഴുന്നേക്കടോ. അരുൺ താൻ തന്നെ എഴുന്നേക്ക. എന്തെങ്കിലും പറഞ്ഞു തോടോ. ഫുൾ കോൺഫിഡൻസിലൊന്നും അറിയില്ലെന്ന് പറയാ. വല്ലതും പറയാനുണ്ടോ? അവിടെ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ആനന്ദ് പറ. 1/2a log a plus x is equal to അറിയില്ല മിസ്. വെരി ഗുഡ്. ഈ കണക്കൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല പിള്ളേരെ. ഗ്രൗണ്ടിൽ പോയി വല്ല ഫുട്ബോളും കളിക്കും. എല്ലാം ഇറങ്ങിപ്പോ. പരീക്ഷയ്ക്ക് തോറ്റ കൊച്ചു മയിലുകളൊന്നും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട, നല്ല അടി കിട്ടും. നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ്ങ് തന്നാ മതി. എല്ലാവരും തുണ്ട് വെച്ച് പരീക്ഷ എഴുതിക്കോ. പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? ബത്തേരി.
സുൽത്താൻ ബത്തേരി. എടാ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അളിയ എനിക്ക് ലുക്കില്ലാത്ത കൊണ്ടാണ് ആർക്കെന്നെ ഇഷ്ടപ്പെടാത്തത്. പോരാത്തതിന് എൻ്റെ പേരും ലോലു PP. ഞാൻ ഒരു തോൽവിയാണല്ലേ? വിഷമിക്കാതെടാ, ഇതൊക്കെ എനിക്ക് ഇപ്പോഴാ മനസ്സിലാവണേ. എന്നാലും അവൻ അടി കൊടുക്കണ്ടായിരുന്നു കേട്ടാ. ഒരു രസം. എന്നാലും വാഴയായ നിന്നവൻ നോക്കിയല്ല. എന്തോന്നിവിടാ ചന്തേ? അയില 50, അയില 50, അയില 50. സാറെന്തിനാണ് നമ്മളെ വിളിപ്പിച്ചത്? എന്റെ മോളെ കെട്ടിച്ചു തരാൻ വേണ്ടി. അപ്പൊ സ്ത്രീധനത്തിനെ പറ്റി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കോപ്പി അടിക്കാം. എന്താണ് കൈ ചുരുട്ടി പിടിച്ചോ? ഏക്കടാ തുണ്ടെടുക്കടാ, തുറക്കടാ. അതിനകത്തൊന്നുമില്ല സാറേ. പ്ലീസ് സാറേ, സാറേ പ്ലീസ് സാറേ. എന്താടാ? ഒന്നുമില്ല. എന്താ കഴിക്കാത്തന്നെ? കഴിക്കാത്തന്നെ തുറക്കടാ. എന്താ മടി? എന്താ തുറക്കടാ? നീ മുമ്പേ എനിക്ക് ഒട്ടിച്ചു, വീണ്ടും നീ എനിക്ക് ഒട്ടിക്കാൻ നോക്കണം. തുറക്കടാ, തുറക്കടാ. ഇരിക്കടാ. ഒരുപാട് സർക്കസ് കണ്ടവനാ ഞാൻ. വീണ്ടും എന്നെ ശശിയാക്കാൻ നോക്കി. പേന ഇല്ലാത്തവന്മാരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങടാ. ബോക്സ് ഇല്ലാത്തവന്മാരെല്ലാം ഇറങ്ങടാ. 2 ബോക്സ് ഉണ്ടോ? അച്ഛനെ വിളിച്ചോണ്ട് വരാത്തവന്മാരെല്ലാം ഇറങ്ങടാ ക്ലാസ്സിൽ നിന്ന്. 2 അച്ഛൻ ഇല്ല. ക്ലാസ്സിനാണോ ഉറങ്ങുന്നത്? ഇന്നലെ രാത്രി പണി ഉണ്ടായിരുന്നു സാറേ. +2 പഠിക്കുന്നത് എന്തോ പണി? എന്റെ കല്യാണമായിരുന്നു ഇന്നലെ. നിന്റെ ആരുമായിട്ട്? +2 ബിയിലെ ലില്ലി ആയിട്ട്. സാറേ അടുത്ത ആഴ്ച എന്റെ കൊച്ചിന്റെ നൂലിട്ടോ. കമ്പയർ സ്റ്റഡി വിളിച്ചിരുന്ന് പഠിച്ച് സാറായത് വെറുതെ ആയല്ലോ. അന്നേ വല്ല കമ്പയർ സ്റ്റഡിക്ക് പോയാൽ മതിയായിരുന്നു. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. സർ വണ്ടോ, ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പറയൂ കൃഷ്ണൻ, ക്ലാസ് കഴിഞ്ഞിട്ടാണോ പരിപൂടൻ ജയം, അതോ ക്ലാസ്സിന് മുമ്പാണോ പരിപൂടൻ ജയം? +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ചോദ്യം ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ഒരിക്കലും +2 പാസ്സാവില്ലല്ലോ. ഭാവിയെ കുറിച്ച് ഒരു ധാരണ വേണം. എന്താവണം, എന്താകണ്ട എന്ന് 100% പറയുന്നു. ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഒന്നും ആയില്ലെങ്കിലും സാറിനെ പോലെ ഒരിക്കലും ആവില്ല. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും ഒരു കഴിവില്ലായിരുന്നു. ഞാൻ സ്വന്തമായി തേച്ച് മിനുക്കി എടുത്തതാണ് ഇതൊക്കെ. പണ്ട് സ്വന്തമായിട്ട് തേച്ചു, ഇപ്പൊ മറ്റുള്ളവരെ തേക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ സ്കൂൾ സീസ് ചെയ്തിരിക്കുകയാണ്. ആരും അനങ്ങി പോകരുത്. മിണ്ടി പോകരുത്. മിണ്ടി എല്ലാത്തിനും കാച്ചിക്കൊള്ളയും. ഞാൻ സംസാരിക്കുന്നവരുടെ പേരെഴുതണോ? ഏതോ ഈ ദുരന്തൻ. ക്ലാസ്സിലെ മുന്തിയനം പഠിപ്പികളെ എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. ഓക്കെ, എന്നാ ഞാനൊരു 45 ഡിഗ്രി മാറി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കാം. ഇതൊക്കെ വരികയാണെങ്കിൽ പാസ്സായി. ഇതൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്. യെസ്, പാസ്സായി. സാർ ഇതേപോലത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടോ? അത്രേ ഉള്ളൂ. പൊട്ടി.